ഒരു ബീഫ് ബിരിയാണി തയ്യാറാക്കി നോക്കാം. 1 കിലോ ബീഫാണ്. 1 കിലോ ബീഫും അതിൻ്റെ ആവശ്യമായ സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കിലോ ബീഫ്, ഒരു 3-4 സവാള, 2 തക്കാളി, ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, ഇത് കുറച്ച് പച്ചമുളക് ചതച്ചതാണ്, ഇത് കുറച്ച് മസാല, കുരുമുളകും ആവശ്യമായ ഗരം മസാലയും കൂടെ ഇതിനു വേണ്ടി പൊടിച്ച് വെച്ചതാണ്, കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയില, ക്യാരറ്റ്, സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം മല്ലിയില, അല്പം പുതിനയില, ഒരു 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകാണ്, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് വയ്ക്കാം. നന്നായിട്ട് കുഴച്ച് ഒന്ന് പിടിക്കണം. ഇറച്ചിയിൽ ബീഫിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ കുഴച്ച് വയ്ക്കാം. ഇത് കുറച്ച് കുരുമുളകും മസാലയും ഗരം മസാല പൊടിച്ചതാണ്, അത് ആവശ്യത്തിന്. ഇറച്ചി ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു 4-5 വിസിലിന് നല്ലതാണ് വെന്ത് കിട്ടും. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി, കുറച്ച് നെയ്യ് ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ഇരിക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, നെയ്യ് കൂടായി വന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള, ഒരു ചെറിയ സവാള, ചെറിയ പീസ് ക്യാരറ്റ്, 2 ബീൻസ് എന്ന് പറഞ്ഞ് അതൊന്ന് ശകലം മല്ലിയില, പുതിനയില ഇട്ടു. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് തട്ടുകയാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്ത് എടുക്കുക. കൈമേരിയാണ് വെച്ചിരിക്കുന്നത്. ബിരിയാണിക്ക് പറ്റിയ കൈമേരിയാണ്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാണ്, വെള്ളം ചൂടാക്കിയ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ടിട്ട് മീഡിയം ഹീറ്റിൽ വയ്ക്കുക. മീഡിയം ഹീറ്റിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബീഫ് നമ്മൾ ബിരിയാണി ചോറിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് ദമ്മിനുള്ള ചോറ് നിരത്തി ഇടുക. അതിലേക്ക് കാത്തു വെച്ചിരിക്കുന്ന ഉള്ളിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ ചേർക്കുക. കുറച്ച് മല്ലിയില, പുതിനയില ചേർക്കുക. മുകളിൽ താഴെ ചേർക്കുക. നല്ല ചൂട് വരുന്നുണ്ട്. വരുന്നത് അടിപൊളിയായിട്ടുണ്ട്. ചോറും ബീഫും അടിയിട്ട് നല്ലതുപോലെ